ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ടോപ്പിക്കായ സ്റ്റഡീസ് ഇൻ സ്വിറ്റ്സർലാൻഡ് എന്നതിനെക്കുറിച്ചാണ്. സ്വിറ്റ്സർലാൻഡിൽ വന്ന് ഹയർ സ്റ്റഡീസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിലെ സ്റ്റഡീസിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ്. പ്രധാനമായും ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് സ്വിറ്റ്സർലാൻഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ആൻഡ് സ്കോളർഷിപ്സ്, പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ലൈഫ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരു വീഡിയോ മതിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കിൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ആ പർട്ടിക്കുലർ വിഷയത്തിൽ നമുക്ക് മറ്റ് വീഡിയോസ് ഇതിനു വേണ്ടി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്നുള്ളത് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടെക്നിക്കൽ സ്കൂൾ, ഇത്രയും ഓപ്ഷൻസ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. അതിൽ തന്നെ ലോകത്തിലെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ETH സൂറിക്, യൂണിവേഴ്സിറ്റി ഓഫ് സൂറിക്, ഇതുപോലെയുള്ള നമ്പർ 1 യൂണിവേഴ്സിറ്റീസ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റീജിയൻ ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഇവിടെ സ്റ്റഡി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇത്രയും ലാംഗ്വേജസ് ഇവിടെ വിവിധ യൂണിവേഴ്സിറ്റികളിലായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ് അവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ETH സൂറിക് തന്നെയാണ്. ഗ്ലോബലി ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ETH സൂറിക്. ഇത് എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട കോഴ്സുകൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതുപോലെയുള്ള സബ്ജക്ട്സിലാണ്. അടുത്തൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് EPFL, ഇക്കോളെ പോളിടെക്നിക് ഫെഡറൽ ഡെ ലുസൈൻ എന്നാണ് EPFLൻ്റെ ഫുൾ ഫോം. അപ്പോൾ പേര് പോലെ തന്നെ ലുസൈനിലാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വരുന്നത്. ഇത് വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് റിസർച്ച് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിലാണ്. ഈ റിസർച്ച് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്രോഗ്രാംസാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത 2 വലിയ യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൂറിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയും. ഇവിടെ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഇഷ്ടംപോലെ കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതുപോലെ മെഡിസിൻ, ഇതിലെല്ലാം കോഴ്സസ് കൊടുക്കുന്ന 2 യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയും യൂണിവേഴ്സിറ്റി ഓഫ് സൂറിക്കും. നല്ല ഓപ്ഷനാണ് സെലക്ട് ചെയ്താൽ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ സ്വിറ്റ്സർലാൻഡിലേത്. ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട് ഇവിടെ. യൂണിവേഴ്സിറ്റി ഓഫ് ബേസിൽ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബേൺ, പിന്നെ IMD ബിസിനസ് സ്കൂൾ. ഇതൊരു ബിസിനസ് സ്കൂളാണ്. MBA പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്ന സ്കൂൾസാണ്. സോ ഇതുപോലെയുള്ള നല്ല നല്ല ഒരുപാട് യൂണിവേഴ്സിറ്റികൾ സ്വിറ്റ്സർലാൻഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഉള്ള വരുന്ന കോഴ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് പറയുന്നത് ട്യൂഷൻ ഫീസ് ആൻഡ് സ്കോളർഷിപ്പ്. ഇതാണ് അടുത്ത പോയിന്റ്. അതായത് ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് കൂടുതലാണ് ഇവിടുത്തെ ട്യൂഷൻ ഫീസ് വരുന്നത്. അതൊരിക്കലും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. എന്നാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ വളരെയധികം അഫോർഡബിൾ ആയിട്ടാണ് ഇവിടുത്തെ കോഴ്സസ് ചെയ്യുന്നത്. ഈവൻ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പോലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റേറ്റിൽ ഇവിടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സ്പെൻസ് വരുന്നത് ഒരു വർഷത്തേക്ക് 20,000 മുതൽ 40,000 CHF വരെയാണ് എക്സ്പെൻസ് വരുന്നത്. അത് വളരെ കൂടുതലാണ്. ഇന്ത്യൻ മണി കണക്കാക്കുമ്പോൾ ഏകദേശം 20 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെയൊക്കെ നമുക്ക് എക്സ്പെൻസ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ വേണ്ടി മാത്രം വരും. എന്നാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളാവട്ടെ 1000 CHF മുതൽ 4000 CHF വരെയാണ് ട്യൂഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അതൊരു നല്ല ഓപ്ഷനാണ് ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ. മറ്റ് രാജ്യങ്ങളിലെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും നമുക്കത്
കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ സ്കോളർഷിപ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. കൂടാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ഗ്രാൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ഓരോ കോഴ്സിനെയും യൂണിവേഴ്സിറ്റികളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് പർട്ടിക്കുലർ ആയിട്ട് പറയാൻ സാധിക്കില്ല. സോ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് കയറി അതിനെക്കുറിച്ച് കൃത്യമായി നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് സൈറ്റുകളെക്കുറിച്ചും എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ അവസാനം വരെ കാണാം. ഇനി അടുത്ത പോയിന്റ് വരുന്നത് സ്റ്റുഡൻസ് ലൈഫ് ഇൻ സ്വിറ്റ്സർലാൻഡ് എന്നതാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യം ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ്. അതുകൊണ്ട് തന്നെ വളരെ സേഫായി കാം ആൻഡ് ക്വയറ്റായി പഠിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ പറ്റിയ അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടിയ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. എന്നിരുന്നാലും സ്റ്റുഡൻസിന് പല രീതിയിലുള്ള ഡിസ്കൗണ്ട്സും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കുറവായ രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാൻ വലിയ പാർട്ട് ടൈം ജോബ്സൊക്കെ കിട്ടാൻ വളരെ ഈസിയാണ്, ലാംഗ്വേജസ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നല്ല ഹവർലി പേയ്മെൻറ്റും സ്വിറ്റ്സർലാൻഡ് അവിടുത്തെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ്സിന് കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് വീക്ക്ലി 15 മണിക്കൂർ വരെ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള അനുവാദം ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ രാജ്യം എന്നുള്ള പേരുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. സോ വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ട്രിപ്പ് പോകാനും അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് പോയി ചില്ല് ചെയ്യാനുള്ള ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഇവിടെ ഉണ്ട്. ആൽപ്സിൻ്റെ താഴെ വരുന്ന ഒരുപാട് നല്ല നല്ല വാലീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. കാണാൻ വളരെ മനോഹരമാണ്. ഇവൻ സിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ കൺട്രി സൈഡ് ആണെങ്കിലും കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്ക് പോയി ചില്ല് ചെയ്യാനൊക്കെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. എല്ലാവർക്കും അറിയാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സോ ആ രീതിയിലുള്ള ഒരുപാട് അട്രാക്ഷൻസ് സ്വിറ്റ്സർലാൻഡിലുണ്ട്. അപ്പോൾ സ്റ്റുഡൻ്റായി വന്നാലും നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടേക്ക് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഇൻടേക്സ് ഓരോ യൂണിവേഴ്സിറ്റികളും കോഴ്സും അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സിനും ഓൾമോസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറാണ് ഇൻടേക്സ് വരുന്നത്. ഡെഡ് ലൈൻ ഡിസംബർ വരെയാണ്. അത് ഓരോ കോഴ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇൻടേക്സിൻ്റെ എക്സാക്ട് പീരീഡ് ഞാൻ പറയുന്നില്ല. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അതിന് വേണ്ടി ആവശ്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഇതവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് എന്തൊക്കെ പേപ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ സൈറ്റിൽ പോയിട്ട് അവിടുത്തെ കോഴ്സസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി അതും ചെക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഇവിടുത്തെ കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാം. അതിൻ്റെ ലിങ്കാണ് ഞാനിവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കയറി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റീസും അവിടുത്തെ കോഴ്സസിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അതും ഇവിടെ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം. യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയറാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സ്വയമായിട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് നാട്ടിൽ നല്ല രീതിയിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ കോമയിൽ ഞാൻ പറയുകയാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ഏജൻസികളിൽ പോയിട്ട് അവർ ത്രൂ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റഡീസ് ഇൻ സ്വിറ്റ്സർലാൻഡ് എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ ടോപ്പിക്കാണ്, കാരണം ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, കമൻറ്റിൽ തന്ന് ചോദിക്കുക. അപ്പോൾ ആ വിഷയത്തിനെ ഒന്നുകൂടി ഡീപ്പായി പഠിച്ച് നല്ല രീതിയിൽ മറ്റൊരു വീഡിയോസായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.